بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين والأذى بآثار النبي فحكمه لحكم رسول الله في الناس تابع وأول في أحكامه وقضائه على ما قضى التنزيل والحق ناصع فمن يك علم الشافعي أمامه فمرتعه في ساحة العلم واسع سلام على قبر تضمن روحه وجادت عليه المدجنات الهوامع ബഹുമാനികളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുള്ള അതിമഹത്തായ മാസമാണ് റജബ് മാസം. നമുക്ക് 5 നേരം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഈ മാസത്തിലാണ്. അള്ളാഹുവിൻ്റെ മാസം എന്ന് പ്രത്യേകം പേര് പറയപ്പെടുന്ന മാസമാണ് റജബ്. ശഅബാൻ മാസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം എന്ന് പറയപ്പെടുന്ന മാസമാണ്. റമദാൻ മാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളുടെ മാസം എന്ന് പറയപ്പെടുന്ന മാസമാണ്. റജബ് 27-ാം രാവ് ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുള്ള വലിയ അനുഗ്രഹം നടന്നതിനാൽ തന്നെ ഇസ്രാ മിഅ്റാജിൻ്റെ വിവരണങ്ങൾ സാധാരണയായി നാം റജബ് മാസത്തിലുള്ള ഹൽഖയിലും മറ്റും പറയാറുണ്ട്. ഈ വർഷം റജബ് മാസത്തിൽ തന്നെ നടന്ന വലിയ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളെയും സ്മരിക്കപ്പെടാറുള്ളത് ഈ മാസത്തിലാണ്. അതിനാൽ ഈ വർഷം നമ്മുടെ ഈ ഹൽഖയോടനുബന്ധിച്ച് ഒരു ചുരുങ്ങിയ സമയം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടുത്തെ ബറക്കത്ത് ഉദ്ദേശിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. റജബ് 27-ന് നോമ്പ് സുന്നത്താണെന്ന് വരെ ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. റജബ് മാസം മൊത്തത്തിൽ തന്നെ നോമ്പെടുക്കാൻ വളരെ പുണ്യമുള്ള ഒരു മാസവും ആണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റജബ് മാസം
അവസാനത്തെ വെള്ളിയാഴ്ച അവസാനത്തെ ദിവസം ഇശാഇന് ശേഷം ആണ് മഹാനവറുകളുടെ വഫാത്ത് ഉണ്ടായിട്ടുള്ളത്. പിറ്റേ ദിവസം ശഅബാൻ 1. മയ്യിത്ത് മറവ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ശഅബാൻ മാസപ്പിറവി കണ്ടിരുന്നു എന്ന് ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ലോകം അനുസ്മരിക്കുന്ന ഒരു മാസമാണ് റജബ്, മറ്റുള്ള മഹത്വങ്ങൾക്കെല്ലാം പുറമെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് മുമ്പും ശേഷവും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വഫാത്തിന് ശേഷവും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2-ാമത്തെ വയസ്സ് മുതൽ മക്കയിൽ വളർന്ന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഷാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത ഷാം പ്രദേശം, ഫലസ്തീൻ ഭാഗം, അവിടെ അസ്ഖലാൻ എന്ന് പറയുന്ന പട്ടണത്തിന്റെ സമീപത്ത് വസ്സ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മം. ഹിജ്റ 150 ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടെ ജനിക്കുന്നത്. 2 വയസ്സ് പ്രായമാകുമ്പോൾ മക്കയിലേക്ക് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവരികയും പിന്നീട് വളർന്നത് മക്കയിലും ആണ്. കുട്ടിക്കാലത്ത് തന്നെ വളരെ നല്ല അറബി സാഹിത്യം സംസാരിക്കുന്ന അറബികളുമായി ബന്ധപ്പെടുന്നതിനാലും അറബി ഭാഷയുടെ യാഥാർത്ഥ്യം ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിച്ചതിനാലും മഹാനവറുകൾക്ക് പ്രത്യേകം ഒരു ഗ്രാമർ പഠിക്കേണ്ട ആവശ്യം തന്നെ വന്നിരുന്നില്ല എന്നതാണ് ശരി. അറബി ഭാഷയിൽ ഒരു വാചകത്തിൽ പോലും ഒരിക്കലും മഹാനവറുകൾക്കൊരബദ്ധം സംഭവിച്ചിരുന്നില്ല. ആ രൂപത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ഭാഷാ പാണ്ഡിത്യവും നടന്നിരുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇമാം റബീഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനൊരു ദിവസം സ്വപ്നത്തിൽ കണ്ടു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ഗുലാം, ഓ കുട്ടി എന്നെ വിളിച്ചു. ഫഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്. ഞാൻ ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി. അവിടുന്ന് ചോദിച്ചു, മിമ്മൻ അൻത, നീ എവിടുന്നുള്ളതാ? ഞാൻ പറഞ്ഞു, മിൻ റഹ്തിക, ഞാൻ തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളാണ്, ഖുറൈശി തറവാട്ടുകാരനാണ്.